Very, very good afternoon. Welcome to Miriam, the Complete Lady Show. അപ്പോൾ അങ്ങനെ ആസ് യൂഷ്വൽ ഒരു 1:30 ഓൺ യുവർ ക്ലോക്ക് വീക്കെൻഡ് ആണ് നമ്മൾ ഒന്നിച്ചിട്ട് ഒരു ഗെയിം ഷോ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വിന്നറിന് ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ പോലെ തന്നെ സമർത്ഥിക്കുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് ഉള്ളത് ഓസ്കാർ സിനിമാസ് അൽഷാബ് വില്ലേജ് തരുന്ന ഒരു കപ്പിൾ മൂവി ടിക്കറ്റ് ആണ് ഇന്നത്തെയും സമർത്ഥയ്ക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ സമർത്ഥ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വിളിക്കുക, ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് സ്മാർട്ട് അല്ല ഓവർ സ്മാർട്ട് ആവുക. ദെൻ യു ക്യാൻ ബി മൈ സമർത്ഥയായിട്ട് ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കൂടെ കൊണ്ടുപോയി. അതായത് ആരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. ഞാനാണ് ഹെൽപ്പ് ചെയ്യുന്ന ഇഷ്ടം ഒരെണ്ണം എനിക്ക് കൊണ്ടുപോയി ഇഷ്ടമുള്ള സിനിമയും കാണുക ഓസ്കാർ സിനിമാസിൽ പോയിട്ട്. അപ്പം ഗെയിം ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇനിയിപ്പോൾ എന്തായാലും ഒരു വീക്കെൻഡ് ഒക്കെ അല്ലേ, നമ്മൾ ഒരുപാട് എന്താ പറയുക, ഓൾറെഡി നമ്മളൊരു വീക്കെൻഡ് മോഡിലോട്ട് നമ്മളെ തന്നെ ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നാളെ എന്ത് ചെയ്യും മറ്റന്നാൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പ്ലാൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാനൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ഗെയിം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇറ്റ്സ് എ സിമ്പിൾ ഗെയിം. ഐ ഹാവ് ഫ്യൂ തിങ്സ് വിത്ത് മീ. ലൈക്ക് കുറച്ച് സാധനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ. നമ്മൾ ഡേ ബൈ ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ആ സംഭവങ്ങളുടെ ഞാൻ ആ പേര് നിങ്ങളോട് പറയുമ്പോൾ തന്നെ 1 മിനിറ്റ് ആ സംഭവങ്ങളുടെ നാല് യൂസ് എനിക്ക് പറഞ്ഞു തരണം. അത് എന്തിനൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാന്നുള്ളത് പ്രോമിനൻ്റ് ആയിട്ട്. ഇപ്പം ചിലപ്പോൾ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അത് ബ്യൂട്ടി പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ ആ സെയിം സാധനത്തിനെ കൊണ്ട് നമുക്ക് എന്താ പറയുക മെഡിസിൻസ് ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെ ഒരേ സാധനം തന്നെ. ഇപ്പം കറിയിൽ ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ നമുക്ക് ഫുഡ് പ്രൊഡക്ട്സിനെ പറയാൻ പറ്റില്ല. അല്ലാതെ സാമ്പാറിൽ ഉപയോഗിക്കാം, പിന്നെ പുളിശ്ശേരിയിൽ ഉപയോഗിക്കാം, പിന്നെ മറ്റേ അങ്ങനെ പറ്റില്ല. എന്തെങ്കിലും ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞാൽ ഭക്ഷണം ഒന്നായിട്ട് നമ്മൾ എടുക്കും, മെഡിസിൻ ഒന്നായിട്ട് എടുക്കും, അങ്ങനെയൊക്കെ നമ്മൾ എടുക്കാം. ഇപ്പൊ ഗെയിം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. എന്തായാലും അപ്പോൾ എന്താ ചെയ്യേണ്ടത്? താഴെ കാണുന്ന നമ്പറിൽ നോക്കി വേഗം വിളിച്ചോളുക. അല്ലെങ്കിൽ ഇഫ് അറ്റ് ഓൾ യു ഹാവ് സം കൺസേൺസ് യു ക്യാൻ മെസ്സേജ് മീ ടു 3537. അത് വേറെ. അപ്പോൾ എന്തായാലും very very good afternoon again and welcome to the show. Samarthyawa Oscar Cinemas Alshab Village തരുന്ന ഒരു couple movie ticket win ചെയ്യാ. And hello ആരാ? I'm Mary, how are you? I'm good. എവിടെന്നാ വിളിക്കണേ? Dubai. എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണോ? അല്ലല്ല, വർക്ക് ചെയ്യുന്നില്ല. I just came here now. You just came here. Okay, നാട്ടിലെവിടെയാ? നാട്ടില് തൃശ്ശൂർ. തൃശ്ശൂർ എവിടെ? ഈസ്റ്റ് ഫോർട്ട് എവിടെയാ വീട്? നെല്ലിക്കുന്ന് പള്ളിയുടെ അടുത്താണോ? സ്കൂളിന്റെ അടുത്താണോ? ഓക്കെ, നെല്ലിക്കുന്ന് ഈസ്റ്റ് ഫോർട്ട് എന്ന് പറയുമ്പോൾ ഓക്കെ, നെല്ലിക്കുന്ന് കുറച്ച് ദൂരമില്ലേ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന്? ഒരു 10 minutes. 10 minutes. ഓക്കെ, എന്നാലും ഒരു പ്രട്ടി ലാൻഡ്മാർക്ക് ഈസ്റ്റ് ഫോർട്ട് ഗുഡ്. അപ്പൊ എവിടെയാ പഠിച്ചതൊക്കെ? തൃശ്ശൂർ തന്നെ. ഏത് സ്കൂളിലാണ് പഠിച്ചത്? KV. ഓക്കെ, നമ്മൾ ഒരു ദിവസം സംസാരിച്ചു തോന്നുന്നു അല്ലേ? ഐ റിമെമ്പർ. കോളേജ് ഒക്കെ എവിടെയായിരുന്നു? മൈസൂർ ആയിരുന്നു. Okay, what are you actually? Engineer ആണോ doctor ആണോ? I'm an architect. You are an architect. So you're trying for a job here. Are you? Yeah, all the very best. കേട്ടോ. Thank you. Okay, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എന്നെ ഗെയിം മനസ്സിലായോ ആൻമേരി? It's a simple game ആൻമേരി. ഞാൻ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പറയാം, ആ പ്രോഡക്റ്റിനെ കൊണ്ടുള്ള 4 യൂസ് മാത്രം പറഞ്ഞു തന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സേ ഇപ്പം ഞാൻ പറയുന്ന ഒരു സംഭവം പറഞ്ഞാൽ നമുക്കത് മെഡിസിനിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ യു ക്യാൻ ടെൽ മീ ഇറ്റ് ഇസ് യൂസ് ഫോർ എ മെഡിസിനൽ പർപ്പസ്, ബ്യൂട്ടി പർപ്പസ്, അങ്ങനെ ഒരു 3-4 ഒരു അല്ലെങ്കിൽ ഫുഡ് പർപ്പസ്. ഫുഡിൽ തന്നെ 3-4 പറയാൻ പറ്റില്ല. ഫുഡ് ഇസ് ഓൾ ടുഗെദർ ഫുഡ് ആക്കും നമ്മൾ, മെഡിസിൻ ഓൾ ടുഗെദർ അങ്ങനെ. ഓക്കെ, യു ഗോട്ട് മീ? ഓക്കെ, ആൻഡ് ആൻമേരിക്ക് ഞാൻ തരുന്ന പ്രോഡക്റ്റ് സിമ്പിൾ പ്രോഡക്റ്റ് ദാറ്റ് ഇസ് ആലോവീര എന്ന് കേട്ടിട്ടുണ്ടോ? ആലോവീര, കറ്റാർ വാഴ in Malayalam. Okay, and your time starts now. പറഞ്ഞോ. Aloe vera for juice. Then medicinal purpose. Okay. For beautician stuff. Okay. Then hair oil. അത് ബ്യൂട്ടിയിൽ എടുത്തല്ലോ, ഹെയർ ഓയിൽ എന്ന് പറഞ്ഞ. For food എടുത്തു. ഫുഡ് ജ്യൂസ് എന്ന് പറഞ്ഞപ്പോൾ ഫുഡ് എടുത്തു, ബ്യൂട്ടി എടുത്തു, മെഡിസിൻസ് എടുത്തു. One more. Then for what you use? As a plant, as a indoor plant, as an outdoor plant. Okay, as in a plant. Fine. Okay, എന്നാലും 4 ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. Okay. 35 seconds-ലേക്ക് 4 പറഞ്ഞു തന്നു. Not bad. Okay, and maybe let's see. ഇപ്പൊ ആരെങ്കിലും ഇതിലും പെട്ടെന്ന് പറഞ്ഞു തരുമോ എന്ന് എനിക്കറിയില്ല. As far you have like 35 seconds. Not bad. Okay, നോക്കാം. Bye. That was Anne-Marie with us, and aloe vera was the option to her. അപ്പോൾ എന്തെങ്കിലും മനസ്സിലായല്ലോ എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചുള്ള കാര്യം. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരാളുടെ ഗെയിം കഴിഞ്ഞാൽ എനിക്കൊന്ന് സമാധാനമായി, കാരണം ഒരാൾക്കെങ്കിലും മനസ്സിലായല്ലോ ഞാൻ എന്താ പറഞ്ഞത്. അപ്പോൾ ഇനി ബാക്കിയുള്ളവർക്ക് ഈ ഒരു ഗെയിമിന്റെ ഡെമോ കിട്ടിയല്ലോ എന്താണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് കോളർ വിത്ത് മീ. ഹലോ ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ പ്ലീസ്? ഇനി പറഞ്ഞോളൂ, ആരാ ഇത്? ടീന. ടീന ഭക്ഷണം കഴിച്ചോ?
കഴിച്ചോണ്ടിരിക്കുവായിരുന്നു, അപ്പോഴാ പ്രോഗ്രാമിന് വിളിച്ചത്. എന്താ ഭക്ഷണം ഇന്ന്? എന്താ ഭക്ഷണം പറയൂ? ചോറ്, ചോറ്, തീയൽ. എന്ത് തീയലാ? വെജിറ്റബിൾ തീയൽ. എല്ലാ വെജിറ്റബിൾസും ഉണ്ടോ? കൊറേ മിക്സ് വെജിറ്റബിൾസ്, അമ്മയുടെ പുതിയ ഇൻവെൻഷനാ. തീയലില് നിങ്ങൾ പഞ്ചസാര മധുരം ഇടോ ഇല്ലേ, ശർക്കര ഇടോ ഇല്ലേ? ഞങ്ങളുടെ സൈഡിൽ ശർക്കര ഇടാറില്ല. ഞങ്ങളുടെ സൈഡിലും ഇടാറില്ല. പക്ഷെ കുറെ ഞാൻ ഇന്നാളെ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് എനിക്ക് തീയൽ കണ്ടിട്ട് തീയലിന്റെ ഫോട്ടോ കണ്ട ആ ഒരു എന്താ പറയാ കൊതി വന്നിട്ട് ഞാൻ കഴിച്ചപ്പോ ഭയങ്കര മധുരം. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവരുടെ സൈഡിലോട്ടൊക്കെ മധുരം ഇടുന്നു. അതാ ഞാൻ ചോദിച്ചേ. ഓക്കെ, അപ്പം തീയൽ പിന്നെ ഫിഷ് ഫ്രൈയോ? ഫിഷ് ഫ്രൈയാ. ഗംഭീരാക്ക. അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കട്ടെ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് ഞാൻ ചോദിക്കാം. ഗാർലിക്. ഓക്കെ, your time starts now. ഗാർലിക് മെഡിസിൻ. മെഡിസിൻ എന്താ ചെയ്യാ? മെഡിസിൻ അത് ഒരു മെഡിസിൻ എഫക്റ്റ് പറയണോ ഞാൻ? അല്ല, എന്ത് മെഡിസിൻ അങ്ങനെ പറഞ്ഞാ മതി, കാര്യം മാത്രം പറഞ്ഞാ മതി. ഹാർട്ടിനും ഓക്കെ, മെഡിസിൻ ആൻഡ് നെക്സ്റ്റ്. പിന്നെ ഫുഡ്. ഓക്കെ, ഓഫ് കോഴ്സ്. പിന്നെ എത്ര പറയണം? 4 വേഗം. ഗാർലിക്കിന്റെ ഉപയോഗം വേറെ ചോദിക്കാമല്ലോ അല്ലേ? ഓ, ആരോട് വേണം ചോദിച്ചോളൂ. പിക്കിൾ അത് ഫുഡിനകത്ത് വരും. ഫുഡ് പോയി. പിക്കിൾ ഫുഡിനകത്ത് വരും. വേഗം. ഹാർട്ട് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാം, അത് മെഡിസിനകത്ത് പോയല്ലോ. ഹലോ, വേറെ ഏതാ ഗാർലിക്കിന്റെ യൂസ്? വെളുത്തുള്ളിയുടെ യൂസ് 2 കിട്ടി. ഫുഡും സമയം തീർന്നു. 2 ഞാനത് 3 എടുത്തിരുന്നു, കാരണം ഹെൽത്തും എടുക്കാം. ഇപ്പം ഒരു ഹെൽത്ത് ഓക്കെ, പക്ഷെ 4ാമത്തെ പറഞ്ഞില്ല, നമ്മുടെ സമയവും തീർന്നു. ആണോ? സാരില്ല, നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം ടീന. Okay, bye. That was Tina with us. Garlic ഒരുപാടുണ്ട് ആക്ച്വലി. ഗാർലിക്കിന്റെ സ്മെല്ലൊക്കെ നമ്മള് കുറെ സംഭവങ്ങളെ ഓടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കുറെ സാധനം. ഗാർലിക്കിന് ഒരുപാട് നാൾ ഇങ്ങനെ കെട്ടിയൊക്കെ വെക്കുന്ന പരിപാടികൾ, കുറെ പരിപാടികളുണ്ട് ഗാർലിക്കിന്. നെക്സ്റ്റ് കോളർ വിത്ത് മീ. ഹലോ, ആരാ ഇത്? ശ്വേത. എവിടുന്നാ? ദുബായില്. മുമ്പ് കാനഡയിലായിരുന്നു. കാലിക്കറ്റ് ആണ്. ഞാൻ കെ എന്ന് കേട്ടു. അപ്പൊ അത് കാനഡ, കാലിക്കറ്റ്, കണ്ണൂര്, എന്താ പറയാ, ഇനി അങ്ങോട്ട് എവിടേക്കൊക്കെ കോതമംഗലം കൊരട്ടിയൊക്കെ പോകണമെന്ന് വിചാരിക്കായിരുന്നു. ഓക്കെ, അപ്പൊ കാലിക്കറ്റ് എവിടെയാ വീട്? നടക്ക. അപ്പൊ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളായിരിക്കും അല്ലേ? നോൺ വെജിറ്റേറിയൻ ഒരുപാട്. എന്താ സ്പെഷ്യല്? നോൺ വെജിറ്റേറിയൻ ബിരിയാണി, അതാണ്. പിന്നെ ഈവനിങ് സ്നാക്സ്, ഈവനിങ് ഐറ്റംസ് ഉണ്ട്. ഈ നിറച്ചതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പത്തിരി, പിന്നെ അടയില് പ്രോൺസിന്റെ ഒക്കെ നിറച്ചിട്ട്. ഇവിടെ അടുത്തെങ്ങനെയാണോ വീട് ശ്വേത? അല്ലല്ല, ദുബായിലെ കിസൈസിൽ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. എന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്കും കൊണ്ട് തന്നൂടെ? ഒരു ദിവസം തീർച്ചയായിട്ടും കൊണ്ടുതരൂ കേട്ടോ. ഞാൻ ഇത് ചുമ്മാ വെറുമൊക്കെ പറയുന്ന വെച്ചാൽ എനിക്ക് കേൾക്കണ്ട, കറക്റ്റ് കൊണ്ടുതരാം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ. ഭക്ഷണമൊക്കെ ആൾക്കാരെ മോഹിപ്പിച്ച് കൊതിപ്പിക്കാനൊന്നും പാടില്ല നമ്മള്, മോശം. ഓക്കെ, എന്തായാലും ശ്വേത നോക്കാം. ശ്വേതയ്ക്ക് ഞാൻ തരുന്ന ഓപ്ഷൻ ഇതായിരുന്നു ലൈം. എളുപ്പാണ്, ലൈം. ലൈമിന്റെ 4 പർപ്പസ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ലൈം വെയിറ്റ് ലോസിന് യൂസ് ചെയ്യും. ഓക്കെ, ഹെൽത്ത് ബെനിഫിറ്റ്സ്. പിന്നെ ഹെയറില് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ തേച്ച് യൂസ് ചെയ്യാൻ പറ്റും. ബ്യൂട്ടി. ബ്യൂട്ടി, ഹെൽത്ത്, ബ്യൂട്ടി. പിന്നെ ഫുഡ് ലൈം യൂസ് ചെയ്യാം. പിന്നെ കൂടെ പറഞ്ഞാൽ മതി, വേഗം പറഞ്ഞോളൂ. പിന്നെ സ്കിന്നിന് യൂസ് ചെയ്യാം. സ്കിന്നില് എന്തെങ്കിലും, അത് ആക്ച്വലി ഹെൽത്ത് തന്നെയാണല്ലോ, ഹെൽത്തോറും ബ്യൂട്ടിയിൽ വരുമല്ലോ അത്. ഓക്കെ. പിന്നെ ശ്വേത, ഹെയറും സ്കിന്നും ഒക്കെ കവർ ചെയ്യോ? ഹെയറും സ്കിന്നും ഹെൽത്തോ ബ്യൂട്ടിയിലോ പോവല്ലോ. ടീത്ത് കെയറിന്, ഓറൽ കെയറിന്റെ പറയാവോ? മെഡിസിൻ അല്ലേ? ഓക്കെ
ഓക്കെ എന്തായാലും 4 എണ്ണം, പക്ഷെ ഫുൾ കറക്റ്റ് 60 സെക്കൻഡ് എടുത്തിട്ടാ പറഞ്ഞത്. ഞാൻ ആക്ച്വലി ഇവിടുന്ന് എന്താ ആലോചിച്ചിരുന്നേന്ന് അറിയോ? ഇന്ന് ഇനിയിപ്പം ശ്വേത പെട്ടെന്ന് ആദ്യത്തെ 2-3 ടപ്പട്ടപ്പയെന്ന് പറഞ്ഞപ്പോ ഞാൻ വിളിച്ചു ഇപ്പൊ 35 സെക്കൻഡിന് താഴെ പറഞ്ഞ ശ്വേത വിന്നറോ, അപ്പൊ ശ്വേത എനിക്ക് എന്താ ഉണ്ടാക്കി കൊണ്ടുവരാന്നൊക്കെ സത്യം പറഞ്ഞ ആലോചിച്ചാട്ടാ. നോക്കാം ശ്വേത എന്തായാലും ഇന്നിപ്പോ ഇനി പോവില്ല, നാളെ വീണ്ടും വിളിക്കാം കേട്ടോ, വേറെ ഗെയിമിൽ. That was Shweta with us. 4 എണ്ണം പറഞ്ഞു. And next caller with me. Hello. Hello. ഹലോ, ആരാ ഇത്? ധന്യാണ്. ധന്യ, ശ്രീധന്യ. അല്ല, വെറും ധന്യ. വെറും ധന്യ. വെറും ധന്യയുടെ വീട് എവിടെയാ? ഷാർജല. ഷാർജല. നാട്ടിലെവിടെയാ ധന്യ? നാട്ടിലെ ആലുവ. ആലുവക്കാരിയാണ്. ഓക്കെ. നിങ്ങളുടെ നാട്ടില് പുഴയൊക്കെ ഇപ്പൊ ഭയങ്കര ഫേമസ് ആയില്ലേ? അതിന്റെ അടുത്ത മറ്റാണോ? ആ ഷൂട്ട് ചെയ്തൊക്കെ നമ്മുടെ അടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്ത സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ സിനിമയിലോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ ഭയങ്കര ബ്ലഷ് ചെയ്യും അല്ലേ? അതെ അതെ, ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റഡ്. ആലുവക്കാര് തന്നെ കുറെ പേര് പോയിട്ടുണ്ടാവും അല്ലേ ഇത് കാണാനായിട്ട്? അതെ അതെ, ബാക്കിൽ ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ അവിടെയുള്ള സ്ഥലമാണല്ലോ. ഞാന് എന്റെ വീട് തൃശ്ശൂരാണ്. അപ്പൊ ഞാനിങ്ങനെ തൃശ്ശൂർ എടുത്ത സിനിമകളൊക്കെ കാണുമ്പോൾ ഞാൻ പറയുന്നത് ഇത് എന്റെ വീടിന്റെ അപ്പുറത്ത്, ഇത് എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോയാൽ മതി, ഞാൻ ഇതിൽ കൂടെ സ്കൂളിൽ പോകാറെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ഓക്കെ. അപ്പൊ ശ്വേത ഭക്ഷണമൊക്കെ ആയോ? ശ്വേത നേരത്തെ. ധന്യ ഭക്ഷണമൊക്കെ ആയോ? ഭക്ഷണമൊക്കെ ഇപ്പൊ പിള്ളേർക്ക് കൊടുത്തു, ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. എത്ര കുട്ടികളുണ്ട്? 2 പേരുണ്ട്. 2 പേരുണ്ട്. എന്നാലും ധന്യ നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. ഓക്കെ. ധന്യ എനിക്ക് പറഞ്ഞു തരേണ്ടത് തുളസി ഇല്ലേ ധന്യ, നമ്മുടെ നാട്ടിലുണ്ടാവണം തുളസി. ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ വേണമെങ്കിൽ അതിന്റെ ഒരു 4 ബെനിഫിറ്റ് പറഞ്ഞു തരും കേട്ടോ. ടൈം സ്റ്റാർട്ട് നൗ. മെഡിസിനിൽ ഉപയോഗിക്കും തീർച്ചയായിട്ടും. പിന്നെ നമ്മള് വെളിച്ചെണ്ണ കാച്ചിട്ട് അതില് ഉപയോഗിക്കാം. അപ്പം ബ്യൂട്ടിയും മെഡിസിനും പോയി. ബ്യൂട്ടി മെഡിസിൻ. ഹെൽത്തിന് എന്താ ഉപയോഗിക്കാം? നമ്മുടെ കാലിലൊക്കെ എന്തെങ്കിലും മുറിവൊക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് അത് മെഡിസിൻ അല്ലേ? അത് ഹെൽത്ത് അല്ലല്ലോ, മുറിവ് മെഡിസിൻ അല്ലേ? ഹെൽത്ത് സോപ്പൊക്കെ, ഹെർബൽ സോപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അത് ബ്യൂട്ടി അല്ലേ? അത് ഹെൽത്ത് ആണോ? അപ്പൊ കോസ്മെറ്റിക്സിന്റെ അത് ബ്യൂട്ടി എടുത്തു നമ്മള്. കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ആൻഡ് ഇത് 2 എണ്ണായി. അത് വിട്ടുപിടി, വേറെ പിടിക്കൂ. ഓക്കെ. മെഡിസിന്, ഹെൽത്ത്, പിന്നെ ആയുർവേദിക്, അതും മെഡിസിൻ ആയിട്ട് എടുത്തോ? മെഡിസിനിലാണോ? ഓക്കെ. പിന്നെ സമയം തീർന്നു വേഗം. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ എടുക്കില്ലേ? അമ്പലങ്ങളിൽ. ഓക്കെ അതെടുത്തു. 3 ഒന്നുകൂടെ പറയും. സമയം കഴിഞ്ഞു. പിന്നെ ആക്ച്വലി കൊറേ ഇല്ലേ നമ്മള് ഫ്ലവർ, അങ്ങനത്തെ ആ ഫ്ലവറിന്റെ പേർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത്. പിന്നെ അതുപോലെ സ്പ്രേയും ഒക്കെ ഉണ്ടാക്കാൻ സ്മെല്ലിന് ഉപയോഗിക്കും. പിന്നെ ഭക്ഷണത്തിന് ഉപയോഗിക്കില്ലേ? പാലടയൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലപ്പോ ചിലര് കണ്ടിട്ടില്ലേ തുളസിയൊക്കെ ഇട്ടിട്ടില്ല? പോട്ടെ, അടുത്ത ദിവസം കാണാം കേട്ടോ. ഓക്കെ. അപ്പൊ ദാറ്റ് വാസ് ധന്യ. ധന്യ 3 എണ്ണേ പറഞ്ഞുള്ളൂ. അപ്പൊ എനിക്കിപ്പോ ഇതുവരെ ആകെ ആൻമേരി മാത്രമേ 4 എണ്ണം പറഞ്ഞു തന്നിട്ടുള്ളൂ. പിന്നെ യു സ്റ്റിൽ ഹാവ് ടൈം 4 എണ്ണം പറയാം. ആൻഡ് ദാറ്റ് ടു ബിഫോർ 35 seconds കിട്ടുവാണെങ്കിൽ യു വിൽ ബി ദ വിന്നർ ആൻഡ് യു ആർ ഗോണ അവോർഡഡ് വിത്ത് എ കപ്പിൾ മൂവി ടിക്കറ്റ് വിച്ച് ഇസ് ഗിവൻ ടു യു ബൈ ഓസ്കർ സിനിമാസ് അൽഷാബ് വില്ലേജിലുള്ള അവിടെ പോയി ഇഷ്ടമുള്ള സിനിമ കാണാൻ ഓപ്പർച്യൂണിറ്റി. ആൻഡ് നെക്സ്റ്റ് കോളർ വിത്ത് മീ. ഹലോ ഹലോ. ഞാൻ അവിടെ ഉറങ്ങി സംസാരിക്കുന്നു. ആ ടിവിയുടെ പോലെ ഒന്ന് ഓർക്കോ പ്ലീസ്. ഹലോ. ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ? കുറച്ചല്ലോ. ഫോണിന്റെ വോളിയം കുറച്ചാ? ഹലോ ഹലോ. ആരാ ഇത്? ഷസ്മി. ഷസ്മി, ഇത്രയാ ടിവിയുടെ അടുത്ത് നോക്കി മാറിയുന്നുള്ളൂ. ഇപ്പോഴും എനിക്ക് അവിടെ എന്തൊക്കെയോ കേൾക്കാം. ഫാനിന് ഇത്രയും ശബ്ദോ? അതും UAE-ല്? കൊള്ളാലോ. അത് ഏത് കമ്പനിയുടെ ഫാനാ? ഓക്കെ, ടേബിൾ ഫാനാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഷസ്മി, ഗെയിം മനസ്സിലായില്ലേ? ഷസ്മി എനിക്ക് പറഞ്ഞു തരേണ്ടത് ഓറഞ്ചില്, ഓറഞ്ച് നാരങ്ങ, മധുര ഓറഞ്ചിന് 4 പേർപ്പസ് ആണ് യൂസേജ്. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. ഫുഡ് യൂസ് ചെയ്യും. ഓഫ് കോഴ്സ്, യാ. ഫുഡ്, ജ്യൂസ്. ഓക്കെ. ഫേസ് പാക്ക്. ബ്യൂട്ടി. ബ്യൂട്ടി പിന്നെ ഈ കപ്പിലൊക്കെ യൂസ് ചെയ്യും. എന്തിലാ? മെഡിസിൻ. മെഡിസിൻ. ഫ്ലേവർ യൂസ് ചെയ്യും പല മെഡിസിൻസിൽ. ഓക്കെ. ഫുഡ്, ബ്യൂട്ടി. അത് നമ്മളിപ്പോ പറഞ്ഞല്ലോ, ബ്യൂട്ടി. ഓറഞ്ച്. ടീ. ഓറഞ്ച്. പെർഫ്യൂംസിനൊക്കെ
ഉറപ്പിച്ച് പറഞ്ഞു എന്നോട് പെർഫ്യൂംസിൽ യൂസ് ചെയ്യും. പിന്നെ 4 ഉണ്ടായില്ലേ? 36 സെക്കൻഡ്സിൽ പറഞ്ഞു കേട്ടോ. ഒരു സെക്കൻഡ്. ഓക്കെ ബൈ. അപ്പൊ ദാറ്റ് ഷെസ്മി വിത്ത് ഷെസ്മി പറഞ്ഞു വന്നപ്പോൾ ഒരു സെക്കൻഡ് കൂടി. ഷെസ്മിക്ക് എന്നെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. എനിക്കാണെങ്കിൽ ഷെസ്മി പറഞ്ഞ ഇങ്ങോട്ടൊന്നും കേൾക്കാനും ഉണ്ടായിരുന്നില്ല. അതാ പറ്റി. പക്ഷേ ടപ്പേന്ന് പറയണ്ട, ഓറഞ്ച് ഈസി ആയിരുന്നു. 4 എണ്ണവും ഭംഗിയായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷെ 36 സെക്കൻഡ്സ് ആയിപ്പോ. നെക്സ്റ്റ് കോളർ വിത്ത് ഹലോ. ആരാ ഇത്? ടീന. നേരത്തെ ഒരു ടീനെ വിളിച്ചു, ഇപ്പോഴും ഒരു ടീനയാണോ? ആ ടീന അല്ലല്ലോ ഈ ടീന. ഓക്കെ, ആ ടീനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ വേറെ ടീന. ടീന എന്താ ചെയ്യണേ? ടീന ഹൗസ് വൈഫ്. ടീന പണ്ടൊരു പാട്ടുണ്ടായിരുന്നില്ലേ, ഈന മീന ടീന എന്ന് പറഞ്ഞിട്ട്, കേട്ടിട്ടുണ്ടോ? നല്ലൊരു പാട്ടല്ലായിരുന്നോ? ടീന കോളേജിൽ പോകുമ്പോഴൊക്കെ ആൾക്കാർ പറയാറുണ്ടോ? ഓൾഡ് സോങ് അല്ലേ, പഴയ പാട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഒരു ജിംഗിൾ ഇല്ലേ, റം പം പം രസമായിരുന്നു. ഓക്കെ ടീന നാട്ടിലെവിടെയാ? പത്തനംതിട്ട. നോക്കിയാലോ എന്നാ നമുക്കൊരു കൈ. ഓക്കെ, ടീനയ്ക്ക് ഞാൻ തരുന്ന ഓപ്ഷൻ രക്തചന്ദനം. കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കാണണമെന്നില്ല, കേട്ടിട്ടുണ്ട്. ഓക്കെ, രക്തചന്ദനത്തിന്റെ 4 പർപ്പസ് ആണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. യു ടൈം സ്റ്റാർട്ട്സ് നൗ. ബ്യൂട്ടി ഓഫ് കോഴ്സ്. മെഡിസിനൽ. എന്ത് മെഡിസിൻ ഉപയോഗിക്കാം രക്തചന്ദനം? ചുമ്മാ പറയണോ? എന്തെങ്കിലും സ്കിന്നിലൊക്കെ എന്തെങ്കിലും. ഓക്കെ, മെഡിസിൻ. ഓക്കെ ഓക്കെ ഓക്കെ, അത് ബ്യൂട്ടി ആണ്. എന്നാലും മെഡിസിനും എടുത്തു ഞാൻ, 2 എണ്ണം എടുത്തു. പിന്നെ വേഗം. സ്മെല്ല്, രക്തചന്ദനത്തിന്റെ സ്മെല്ല് ഉപയോഗിക്കും. ശരി, 3. ഒന്നുകൂടി പറഞ്ഞൊരു വേഗം വേഗം. പിന്നെ കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടാക്കാൻ. അത് ബ്യൂട്ടി അല്ലേ? ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ എടുത്തു. പക്ഷെ എന്താണ് സാധനം കൂടെ പറഞ്ഞു തരുമോ? ചുമ്മാ പറഞ്ഞാണോ? ഹലോ ഹലോ. ആ പറയൂ, എന്തിനാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ്? വെറുതെ പറഞ്ഞതാ അല്ലേ? എറിഞ്ഞു നോക്കിയതാ, ഞാൻ മിണ്ടിയില്ലെങ്കിലും. എന്തായാലും 4 എടുത്തു. പക്ഷെ 60 സെക്കൻഡ്സ് ആയി പോയി ടീന. ഹലോ പോയോ? ഹലോ. 60 സെക്കൻഡ്സ് ആയിപ്പോയി. സാരില്ല പോട്ടെ. 4 എടുത്തു, പക്ഷെ 60 സെക്കൻഡ്സ് ആയിപ്പോയി. ഓക്കെ ബൈ ബൈ. ടീന വിത്ത് ചിലപ്പോൾ എല്ലാവരും ഇടയ്ക്ക് ചില ആൾക്കാർ പതിവുള്ളതാ. പിന്നെ ബ്യൂട്ടി, ഹെൽത്ത്, സ്കിന്ന്, ഫുഡ് എന്നൊക്കെ ഞാൻ 4 എണ്ണം പറഞ്ഞത്. ഞാൻ ഓഹോ എന്തായിരുന്നു ഇതെന്ന് പറയുമ്പോഴത്തേക്കും ചുമ്മാ എറിഞ്ഞു നോക്കുന്നതാ ചില സമയത്ത്. എന്തായാലും ടീന പറഞ്ഞത് ശരിയാണ് കേട്ടോ. പക്ഷെ അതിന് പേർപ്പസ് ടീനയ്ക്ക് പറയാൻ പറ്റില്ല. സാരില്ലേ പോട്ടെ, അടുത്ത ദിവസം വേറെ ഗെയിമിൽ കാണാൻ. നെക്സ്റ്റ് കോളർ വിത്ത് മീ. ഹലോ ഹലോ ഹലോ. ആരാ ഇത്? പ്രിൻസി. പി ആണോ? പി. അതെ അതെ. പ്രിൻസി എവിടുന്നാ വിളിക്കുന്നേ? ദുബായ്. നാട്ടിലെവിടെയാ പ്രിൻസി? ഓ എന്റെ നാട്ടുകാരി, എനിക്ക് ഓർമ്മയുണ്ട്. എന്തെടുക്കുന്നു? ഭക്ഷണം കഴിച്ചോ? ഇല്ല. ഭക്ഷണം എന്താ ഉണ്ടാക്കിയോ? സാമ്പാർ. എന്ത് സാമ്പാറാ? വീട്ടില് ബാക്കി വന്ന എല്ലാ കഷ്ണം ഇട്ട് വെച്ച് ഒപ്പിച്ചതാ? അല്ല, സാമ്പാർ ചിക്കൻ സാമ്പാറും ഫിഷ് സാമ്പാറും ഒന്നും ഉണ്ടാക്കൂലെന്ന് എനിക്കറിയാം. എന്ത് സാമ്പാറാന്ന് ചോദിച്ചപ്പോ ഞാൻ ഇന്ന് വെജിറ്റബിൾ സാമ്പാറാ ഉണ്ടാക്കിയെന്ന്. കൊള്ളാട്ടോ, മിടിക്കുക. ഓക്കെ, എന്തായാലും പ്രിൻസി ഗെയിം മനസ്സിലായില്ലേ? ഓക്കെ, പ്രിൻസി എനിക്ക് പറഞ്ഞു തരേണ്ട ഉപയോഗങ്ങൾ കറി ലീവ്സിന്റെ ആണ്. നമ്മുടെ കറിവേപ്പില. ഓക്കെ, അതിന്റെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഫുഡ് ടൈം പ്ലീസ്. ഫുഡ്, മെഡിസിൻ. എന്താ ഉപയോഗിക്കുക കറിവേപ്പില? മെഡിസിൻ, എണ്ണയൊക്കെ കാച്ചാനായിട്ട്. അത് ബ്യൂട്ടി അല്ലേ? ബ്യൂട്ടി. ഓക്കെ, പിന്നെ മെഡിസിൻ ഉപയോഗിക്കും. എന്ത് മെഡിസിനാ? മെഡിസിൻ വെള്ളം കുടിക്കാനായിട്ട് വേപ്പിലിട്ട് വെള്ളം കുടിക്കും. വേപ്പിലിട്ട് വെള്ളം കുടിക്കണേ? ഞാൻ എനിക്കറിയില്ലല്ലോ. വയറിലെ പ്രോബ്ലത്തിനൊക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞു. മെഡിസിൻ ഓക്കെ എടുത്തു. നല്ലതാന്ന് പറയുന്നത്. നല്ലതാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, മെഡിസിൻ അല്ലാണ്ടും ഉണ്ട്. ഓക്കെ, മെഡിസിൻ റൈറ്റ് ആണ്, പറഞ്ഞോളൂ. കണ്ണോ? സ്മെല്ല്. ഓക്കെ, സ്മെല്ല്. ഓക്കെ ഓക്കെ, 4 എണ്ണായി. എന്തായാലും 41 സെക്കൻഡ്. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ഇനിയിപ്പോ എന്ത് പറയണ്ടോ. 41 സെക്കൻഡ് കൊണ്ട് എനിക്ക് 4 എണ്ണം പറഞ്ഞു തന്നു. ശരി, ലേറ്റ് ആയിപ്പോയി. ബൈ പ്രിൻസി. പ്രിൻസി എന്തായാലും 41 സെക്കൻഡ് കൊണ്ടാണ് എനിക്ക് 4 എണ്ണം പറഞ്ഞത്. അപ്പൊ ഇപ്പോഴും എനിക്ക് ആസ് ഫാർ ഹൈസ്റ്റ് എനിക്ക് നിൽക്കുന്നത്
4 പറഞ്ഞത് 35 സെക്കൻഡ് വെച്ചിട്ട് ആൻമേരിയാണ് അതിന്റെ ഫസ്റ്റ് കോളർ. നമുക്ക് ഇനി 1-2 കോൾസും കൂടെ എടുക്കാം അല്ലേ? നെക്സ്റ്റ് കോളർ വിത്ത് മീ. ഹലോ, ഹലോ, ആരാ ഇത്? ബേബി ജോസ്. ബേബി ജോസ്. ബേബി ചേച്ചി എവിടുന്നാ? ഞാൻ അബുദാബിന്ന്. അബുദാബിന്ന്. ചേച്ചി എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാണോ ഹൗസ് വൈഫ് ആണോ? വർക്ക് ചെയ്യാണ്, IT-ലാണ്. എവിടെയാ? IT-ലോ? ഇപ്പൊ ഇന്നെന്തേ ജോലി ഇല്ലേ? നേരത്തെ വന്നോ? ഇല്ല, ലഞ്ച് ബ്രേക്ക് ആണ്. ലഞ്ച് ബ്രേക്ക്. വീടിന്റെ അടുത്താ അപ്പൊ കമ്പനി? അതെ അതെ. നാട്ടിലെവിടെയാ ചേച്ചി? നാട്ടിലെ തൃശ്ശൂർ. തൃശ്ശൂർ എവിടെ? തൃശ്ശൂര് തങ്കമണിക്കറ്റത്തുള്ള സ്കൈലൈനില്. തങ്കമണിക്കേറ്റത്തുള്ള സ്കൈ ലൈനിലല്ലേ? ഓക്കെ ഓക്കെ. ബേസിക്കലി തൃശ്ശൂരുകാരാണോ? അഞ്ചനയുടെ വീട് തൃശ്ശൂരാന്ന് എനിക്ക് അറിയാം. അതെങ്ങനെ അറിയാം? ഞാനിപ്പോ പറഞ്ഞതാ. ഇതിലെ പ്രോഗ്രാമില് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ തന്നെയാ. തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ടില, പൂത്തോൾ എന്ന് പറയും. ഓക്കെ, ഏകദേശം നിങ്ങളുടെയൊക്കെ അടുത്തായിട്ട് വരും. നിങ്ങൾ വെള്ളിയാലിക്ക് തങ്കമണിക്കേറ്റ് ആ ഭാഗല്ലേ? അതെ അതെ. ഓക്കെ, കുറുക്കഞ്ചേരി പോകുന്ന വഴി അല്ലേ? കുറുക്കഞ്ചേരി. മനസ്സിലായി. തൃശ്ശൂർക്കാർ തന്നെയാണോ ബേസിക്കലി? അല്ല അല്ല, ഞങ്ങള് ചാലക്കുടിയിലാണ്. ശരിക്കും കുറച്ചാളായിട്ടുള്ളൂ തൃശ്ശൂർ എത്തിയിട്ട്. ചാലക്കുടി പിന്നെ ഏത് ജില്ലയിലാ? തൃശ്ശൂരിനെ അല്ലേ മാറ്റിയോ? അതെ 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 അതെ. ഞങ്ങൾ ചാലക്കുടിക്കാരാ. ഞാൻ വെച്ചാൽ ചാലക്കുടി എറണാകുളത്താക്കിയോ? തൃശ്ശൂർ തന്നെ അല്ലേ ഇപ്പോഴും? ഓക്കെ. ആൻഡ് ചേച്ചി കുട്ടികളുണ്ടോ? കുട്ടിയുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് ഗെയിം എന്നാ. ഓക്കെ ശരി. ഓക്കെ, എനിക്ക് പറഞ്ഞു തരേണ്ടത് നമ്മുടെ പപ്പായല്ലേ? പപ്പായ തൃശ്ശൂർക്കാരുടെ ഭാഷയെ പറഞ്ഞ കൊപ്പക്കായ എന്ന് പറയും, കണ്ണൂക്കാരുടെ ഭാഷയെ പറഞ്ഞ കപ്പക്ക എന്ന് പറയും. ഓക്കെ, എന്നാലും പപ്പായയുടെ 4 ഉപയോഗങ്ങൾ പറഞ്ഞുതരാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഫുഡ് പർപ്പസ് ഉണ്ട്, നമ്മള് സാധാരണ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ എടുക്കും. പിന്നെ ഹെൽത്തിന്, വേംസിന്റെ ഹെൽത്ത് ശരിക്കും അത് വൈറ്റമിൻ എ എല്ലാം കണ്ടന്റ് ഉള്ളതാണല്ലോ. ഓക്കെ അപ്പൊ യൂസ്. പിന്നെ മെഡിസിനൽ പർപ്പസിനുണ്ട്, വേംസിനൊക്കെ വേംസ് ഒക്കെ കളയാനായിട്ട്. പിന്നെ ബ്യൂട്ടി പർപ്പസ് ഉണ്ട്, ഫേഷ്യലിന് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും 19 സെക്കൻഡ്സ് ഉണ്ടെങ്കിൽ 4 പറഞ്ഞു. ഓക്കെ, നോട്ട് ബാഡ്. ഫാസ്റ്റ് ആയിരുന്നല്ലോ. കുട്ടി ഏത് ക്ലാസ്സിലാ? മോള് ചെറിയ മോളാണ്. ചെറിയ മോൾ. എത്ര വയസ്സായി? 3 വയസ്സ്. അപ്പൊ എന്തായാലും മോളുടെ അടുത്ത് ഒരു ഹായ് പറഞ്ഞോളൂ കേട്ടോ. മനസ്സിലൊന്നും ആവില്ല, എന്റെ ഒരു സന്തോഷത്തിന് ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ കാണും ചോദിച്ചു. ആണോ? പറഞ്ഞ ആളേക്ക് മനസ്സിലായി. ഓക്കെ ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും ദാറ്റ് വാസ് ബേബി ജോസ്. അപ്പൊ ഇപ്പം ഞാൻ ആൻമേരിന്റെ ഗിഫ്റ്റ് തട്ടിക്കൊണ്ടുപോയി കേട്ടോ. 19 സെക്കൻഡ്സിൽ ഇപ്പൊ പറഞ്ഞു. ഇനി ഇതിലും താഴെ ആരെങ്കിലും പറയണെങ്കിൽ യു കെൻ ഡെഫിനറ്റ്ലി ഗിവ് മി എ കോൾ. ഇപ്പൊ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഹലോ, ഹലോ, ആരാ ഇത്? ഞാൻ ആതിരയാണ്. ആതിര ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇതായിട്ടുള്ള വോയിസിൽ. ഹലോ, ഞാൻ ആതിര. ഭയങ്കര ശാന്തതയുണ്ട്. ആതിര എവിടുന്നാ? വെറുതെ ഇപ്പൊ എന്താ മനസ്സിൽ വിചാരിച്ചത്? ശാന്തതയുണ്ട് പറഞ്ഞപ്പം വെറുതെ തോന്നുന്നാണോ വിചാരിച്ചത്? അങ്ങനെയല്ല, പൊതുവെ ശാന്ത സ്വഭാവമാണോ? ആരാ പറഞ്ഞത് ശാന്ത സ്വഭാവമാണെന്ന്? സ്വന്തമായിട്ട് പറഞ്ഞാണോ അതോ ആയു? അല്ല, ഫ്രണ്ട്സും ആയിട്ട് പറയാറുണ്ട് ഭയങ്കര ശാന്ത സ്വഭാവമാണ് ആതിരെ നിന്റെന്നോ? ഹസ്ബൻഡ് പറയാറുണ്ടോ? പറയാറുണ്ട്. നല്ല കാര്യം. അപ്പം ഹസ്ബൻഡ് എങ്ങനെയാ? ഇതുപോലെ തന്നെ ഭയങ്കര മെലോ ആണോ അതോ പുള്ളി കുറച്ചും കൂടെ ആക്റ്റീവ് ആണോ? അങ്ങനെയല്ല, അങ്ങനെയല്ല, ആവറേജ്. ഓക്കെ, നാട്ടിലെവിടെയാ? നാട്ടില് ഞാൻ തൃശ്ശൂരാണ്. എല്ലാരും എന്റെ നാട്ടുകാരാ. തൃശ്ശൂർ എവിടെയാ? ഞാനിവിടെ ഒരു സമ്മേളനം നടത്താൻ പോകുന്നുണ്ട്. ഗ്രൂപ്പ്. ഞാൻ തൃശ്ശൂർ ഗുരുവായൂര് അമ്പലത്തിന്റെ അടുത്താ വീട്. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് ഇനി അധികം സംസാരിക്കാൻ നമുക്ക് സമയമില്ല. നോക്കാം നമുക്ക് നോക്കാം. എന്താ ഒരു വിഷമം? എളുപ്പാണേ. ആദ്യം എനിക്ക് പറഞ്ഞു തരേണ്ടത് പുതിന ഇല്ലേ? പുതിന ഇല. പുതിനന്റെ 4 പർപ്പസ് പറഞ്ഞോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഫുഡ് ഞാൻ എടുത്തു, ഒന്നും ചോദിക്കുന്നില്ല. അടുത്ത് എന്താ? അതെടുത്തു. ഫുഡ് എന്നുള്ളത് എടുത്തു നമ്മള്. അടുത്ത് പോട്ടെ, ഞാനിപ്പോ ചിന്തിക്കണ്ട. മെഡിസിൻ എന്താ? വേം പറ. സാറില്ല, മെഡിസിൻ എടുത്തു. അടുത്ത് പറഞ്ഞു. അപ്പൊ അടുത്ത് പറഞ്ഞു. ഹെൽത്ത്. പിന്നെ എനിക്കറിയില്ല കേട്ടോ. ഓഹോ, പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്തോ? സമയം ഉണ്ടായിരുന്നല്ലോ. അല്ല, എനിക്കറിയില്ല, അറിഞ്ഞൂടാ. ഓക്കെ, പോട്ടെ, സാരില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ. എന്തായാലും 3 പറഞ്ഞു. അടുത്ത ദിവസം വീണ്ടും വിളിക്കാം കേട്ടോ. നമ്മള് വേറെ ഗെയിം ആയിട്ട് കാണാം. ശരി, ഓക്കെ, താങ്ക് യു.
ഇപ്പൊ ദാറ്റ് വാസ് ആതിര പുത്തസ്. ഇനിയിപ്പോ നമ്മൾ ഫോൺ എടുക്കുന്നത് അതിക്രമമായി പോകും. നമുക്ക് ഓൾറെഡി 10 കോളേഴ്സ് ഉണ്ടായിരുന്നു. 10 കോളേഴ്സിൽ ഇപ്പം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞ കുറച്ച് 60 സെക്കൻഡ്സിലും 41 സെക്കൻഡ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആൻമേരിയാണ് 35 സെക്കൻഡ്സിൽ പറഞ്ഞു തന്നത്. പക്ഷെ ആൻമേരി സെക്കൻഡ് സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് ബേബി ജോസ്, and she told me in 19 seconds. Congratulations ചേച്ചി. ചേച്ചി 4 എണ്ണം 19 സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ കടുക് പറഞ്ഞത് പപ്പായ അതിന് ഇങ്ങനെ ഇതൊക്കെ എനിക്ക് പീനട്സ് ആണെന്നുള്ള ഭാഗത്തിലാണ് പറഞ്ഞത്. എന്നാലും കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. ചേച്ചി കിട്ടാൻ പോകുന്നത് ഓസ്കാർ സിനിമ സെൽ ഷോപ്പ് വില്ലേജ് തരുന്ന ഒരു കപ്പിൾ മൂവി ടിക്കറ്റ് ആണ്. അപ്പോൾ പോയി സിനിമ കണ്ട് ആഘോഷിക്കുക. ആരും ഹെൽപ്പ് ചെയ്തില്ല അല്ലേ? അപ്പം മോളെയും വിളിച്ചോണ്ട് പോയിക്കോളൂ. അപ്പം മോളെ ഹസ്ബൻഡും ആരെ വേണമെങ്കിൽ വിളിച്ചോണ്ട് നിങ്ങൾക്ക് പോവാം. എന്നാലും നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഡെസ്പാച്ച് സൈഡിൽ തിരിച്ച് വിളിച്ചിട്ട് നിങ്ങളോട് ഹൗ ഇസ് ഇറ്റ്, എങ്ങനെയാണ് കിട്ടേണ്ടതെന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഗെയിം ഏകദേശം തീർന്നു, സമയം തീരാറായി. വീക്കെൻഡ് ആണ്, ഒരുപാട് പ്ലാൻസ് ഒക്കെ ലൈനപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് കാര്യങ്ങൾ. വീക്കെൻഡ് ആകുമ്പോൾ ഇന്ന് അവിടെ പോകണം, മറ്റേ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം, അങ്ങോട്ട് പോകണം, കുട്ടികളെ കൊണ്ട് ഔട്ടിങ്. കുട്ടികളാണെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റേഷനിൽ പോകാം, അമ്മ അവിടെ പോകാന്നൊക്കെ പറയുന്നുണ്ടാവില്ല. എന്തായാലും നല്ലൊരു വീക്കെൻഡ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അടുത്തത് സാരഥിയാണ് വരുന്നത്, സദസ്സ് മ്യൂസിക്കൽ ഗെയിം ഷോ ആയിട്ട്. ഷോജ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. ബാക്ക് ടു ബാക്ക് ഒരുപാട് പ്രോഗ്രാംസ് വരുന്നു, കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ നല്ലൊരു ഫ്രൈഡേ ആയിട്ട് ഇനി നാളെ കാണും, റൈറ്റ് ഫ്രം 1:30 to 2 o'clock. അത് കാണുന്നത് വരെ ദിസ് ഇസ് അഞ്ജന നായർ signing out with Chanjal and Mujib. Stay tuned and be with NTV. Very, very good afternoon. Bye. Good day to you and happy weekend. Bye.